ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ചക്കക്കുരു നഗറ്റ്സ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. അപ്പോൾ നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ആദ്യമായിട്ട് ചക്കക്കുരു ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്, ഒരു 50 എണ്ണം നന്നായിട്ട് ബോയിൽ ചെയ്ത് തൊലി കളഞ്ഞത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യമുള്ള റെഡ് ചില്ലി ഫ്ലേക്സ്, കുറച്ച് ചാറ്റ് മസാല, കൊറിയാണ്ടർ ലീഫ്, പെപ്പർ പൗഡർ, അതിൻ്റെ കൂടെ തന്നെ ബ്രെഡ് ക്രംസ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് ചീസ് സ്പ്രെഡും എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഒരു ബൗളിലേക്ക് നമ്മുടെ ചക്കക്കുരു വേവിച്ച് വെച്ചിരുന്നത് ഇട്ടിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു പേസ്റ്റാക്കി നമുക്കിതിനെ സ്മാഷ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നന്നായിട്ട് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എന്തൊക്കെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ചീസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് റെഡ് ചില്ലി ഫ്ലേക്സ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ കൂടെ ചാറ്റ് മസാല, അതിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി, മല്ലിയില ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുക. ഇനി അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. മസാലയൊക്കെ നല്ല മിക്സായി വരുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് അതിനെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ചെയ്യേണ്ടത് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മൈദ, കോൺഫ്ലോർ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് അതിൻ്റെ ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യമേ ഒരു ബൗളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന മൈദ, കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ അതിൻ്റെ കൂടെ ചേർക്കുക. ഇനി അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിനാവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഡൈലൂട്ടാക്കി എടുക്കാം. ഏകദേശം ഒന്ന് ഡൈലൂട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിരുന്നത് ചക്കക്കുരു നമുക്ക് നന്നായിട്ടൊരു കുറച്ച് ബോൾസ് ആക്കിയിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഒരുപാട് വലിയ സൈസ് ആവേണ്ട, ഒരു മീഡിയം സൈസിൽ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി അതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കുക. ഇത് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് ഏറെ എണ്ണ ഒഴിക്കുക. അതിലേക്ക് നമുക്ക് നമ്മുടെ ബോൾസ് ബാറ്ററുമായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ബ്രെഡ് ക്രംസും അതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് പുരട്ടിയെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ബോൾസും ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മറ്റേത് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നന്നായിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഓവർ കുക്കും ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മുടെ ചക്കക്കുരൊക്കെ നമ്മൾ വേവിച്ചാണ് എടുത്തേക്കുന്നത്. സോ അത്യാവശ്യം ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതിനെ മാറ്റണം. ഇപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യം ഒരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ബൗളിലേക്കോ മാറ്റാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചക്കക്കുരു നഗറ്റ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോകൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ മറ്റൊരു മെനുവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. ഗുഡ് ബൈ.